ഇസ്ലാം മതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് സുന്നി ഷിയ. കേരളത്തിൽ സുന്നി വിഭാഗത്തിലാണ് ഏറ്റവും വലിയ മജോറിറ്റി ഉള്ളത്. എന്നാൽ സുന്നി വിഭാഗത്തിലുണ്ടായ ചില തർക്കങ്ങളും ഭിന്നിപ്പുകളും ഭിന്നസ്വരങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ വഴിമാറ്റം ഉണ്ടാവുകയാണ്. സുന്നി ഐക്യത്തിന് വഴി തുറക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. AP വിഭാഗം സമസ്ത 100ാം വാർഷികാഘോഷ വിളംബര സമ്മേളനം നാളെ കോട്ടയ്ക്കലിൽ ചേരാനിരിക്കെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം സുന്നി ഐക്യത്തിന് വഴി തുറക്കുമോ എന്നുള്ളതാണ്. എല്ലാവരും സമസ്തയിലേക്ക് തിരിച്ചെത്തണമെന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഐക്യ ആഹ്വാനത്തോടുള്ള പ്രതികരണം കോട്ടയ്ക്കൽ പറയുമെന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വാക്കുകൾ. AP വിഭാഗങ്ങൾ ഒന്നിച്ചു ചേരുമോ എന്ന നിർണായക ചോദ്യത്തിന് ഒരുപക്ഷെ നാളെ തന്നെ ഉത്തരം ഉണ്ടായേക്കും. നമുക്ക് പ്രതീക്ഷിക്കാം ചില സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം, എന്താണ് നീക്കങ്ങൾ നോക്കാം. CV അനുമോദ് ചേരുന്നു. അനുമോദ്, സുന്നി ഐക്യമുണ്ടാകുമോ? ഏറെക്കാലമായി പതിറ്റാണ്ടുകളായി ഭിന്നിച്ച് കഴിയുന്ന ഇരു വിഭാഗങ്ങൾക്കിടയിലുമുള്ള ഐക്യശ്രമങ്ങൾ അത് നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. ഒടുവിൽ സുന്നി ഐക്യമുണ്ടാകുമോ എന്നൊരു ചർച്ച ഇരു വിഭാഗങ്ങൾക്കിടയിലും തുടങ്ങിയിട്ടുണ്ട്. നാളെ ഒരു സുപ്രധാനമായ പ്രഖ്യാപനവും ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഇസ്ലാം മതം ഏറ്റവും വലിയൊരു ഐക്യം അവർക്കിടയിൽ ഉണ്ടാവണം, അതൊരു കാലത്തിൻ്റെ ആവശ്യമാണ് എന്ന് മതനേതാക്കളൊക്കെ പരസ്പരം പറയാറുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് സുന്നി ഐക്യത്തിന് വഴി തുറക്കുന്നത്. എത്ര കണ്ട് പ്രാധാന്യമുള്ളതാണ് നാളത്തെ ഈ പ്രഖ്യാപനങ്ങൾ? ഐക്യപ്രഖ്യാപനം തന്നെയാണോ നമുക്ക് AP അബൂബക്കർ മുസ്ലിയാറിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്? സജിത്ത്, സമസ്തയുടെ 100ാം വാർഷികമാണ് ഈ വർഷം 2026. കാസർഗോഡ് EK വിഭാഗം അത് വലിയ തോതിൽ ആഘോഷമാക്കുകയും ആ ഒരു സമ്മേളനത്തിലാണ് സുന്നി ഐക്യത്തിൻ്റെ ചർച്ചകളെക്കുറിച്ച് പരസ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വീണ്ടും വരാൻ തുടങ്ങിയത്. അത് നേരത്തെ തന്നെ മുൻപുണ്ടായിരുന്ന ഒരു അനൈക്യം മാറി മഞ്ഞുരുകി തുടങ്ങിയിട്ടുണ്ട്. പല വിഷയങ്ങളിലും അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, പള്ളികളുടെ പരിപാടികൾ ഒരുമിച്ച് സഹകരിക്കുന്നുണ്ട്, പൊതുപരിപാടികൾ ഒരുമിച്ച് എത്തുന്നുണ്ട്, നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അങ്ങനെ മുൻപുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് AP EK വിഭാഗം നേതാക്കൾ ഇപ്പോൾ ഒരു ഐക്യം പരസ്യമായിട്ട് തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് ഈ സമസ്ത ഒന്നിക്കുക, EK AP വിഭാഗങ്ങൾ രണ്ടായിട്ട് നിൽക്കുന്നത്, ഒന്നിച്ച് നിൽക്കുക എന്ന ഒരു കാര്യത്തിലേക്ക് സാഹചര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ആഹ്വാനം, സമസ്ത വിട്ടുപോയവർ തിരിച്ചെത്തണമെന്നൊരു ആഹ്വാനം ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ഇതേക്കുറിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് ചോദിച്ചപ്പോൾ 14ാം തീയതി കാര്യത്തിൽ തനിക്ക് പറയാനുള്ളത് പറയുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. നാളെ കോട്ടയ്ക്കലിൽ വെച്ച് നടക്കുന്ന വിളംബര സമ്മേളനം AP വിഭാഗവും ഇത്തവണ ഈ വർഷം 100ാം വാർഷികം, സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്നുണ്ട്. അതേക്കുറിച്ച് വിളംബരം ചെയ്യാനുള്ള ഒരു സമ്മേളനമാണ് നാളെ വിളിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈ ഒരു ആഹ്വാനത്തിനുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സഹകരിച്ചു പോകാവുന്ന എല്ലാ മേഖലകളിലും സഹകരിച്ചു പോവുക എന്ന നിലപാടിൽ തന്നെയായിരിക്കും AP വിഭാഗത്തിൻ്റെ ഒരു മറുപടി എന്നാണ് കണക്കാക്കുന്നത്. ഒരുപക്ഷെ മുൻപുണ്ടായിരുന്ന അത്ര ഒരു വൈരാഗ്യം ഇരു സംഘങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ ഇപ്പോഴില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഐക്യത്തിൻ്റെ സാധ്യത തന്നെയാണ് മുന്നിൽ തുറന്നിടുന്നത്. പക്ഷേ അപ്പോഴും ഉയർന്ന ചോദ്യം, ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിം ലീഗിനോടുള്ള അടുപ്പമാണ് ഈ സമസ്തയിൽ നിന്ന് AP വിഭാഗം മുസ്ലിം ലീഗ്, അതായത് ഒരു വിഭാഗത്തിൻ്റെ അടുപ്പമാണ് AP വിഭാഗം സമസ്ത വിട്ടുപോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അത് മറ്റു പല ഘടകങ്ങളുണ്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഈ ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, AP വിഭാഗം പണ്ടത്തേക്കാൾ കൂടുതൽ മുസ്ലിം ലീഗിനോട് ഇപ്പോൾ അടുപ്പം കാണിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ ഈ രണ്ട് വിഭാഗങ്ങളും അടുപ്പം ഒരുമിച്ച് ചേരുമ്പോൾ രാഷ്ട്രീയമായിട്ട് അത് എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമായിട്ട് ഉയരുന്ന ഒരു ചോദ്യം. രണ്ടാമതായിട്ട് ഇവിടെ ഈ EKയും AP വിഭാഗങ്ങളും വിഭജിച്ചപ്പോൾ, അല്ലെങ്കിൽ രണ്ടായി പിരിഞ്ഞപ്പോൾ പള്ളികൾ പിടിച്ചടക്കിയതും തുടർന്ന് AP വിഭാഗം മർക്കസും നോളജ് സിറ്റിയൊക്കെ ഉയർത്തിയതും ഒക്കെ വലിയ തോതിൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ രണ്ട് വിഭാഗങ്ങൾക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നിക്കുമ്പോൾ ഈ പള്ളികളുടെയും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം, ഉടമസ്ഥാവകാശം, ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും പരിഹരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഈ ഒരു ഐക്യ നീക്കം ഏതുവരെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം. മറ്റെല്ലാ കാര്യത്തിലും ഐക്യപ്പെടുമ്പോഴും ഈ സംഘടനകളുടെ സ്ഥാവരം ജംഗമ വസ്തുക്കളുടെ, പ്രത്യേകിച്ച് പള്ളികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മറ്റ് കെട്ടിടങ്ങളുടെ ഉടമസ്ഥാവകാശത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ഈ ഐക്യം അത് പ്രായോഗിക തലത്തിൽ നടപ്പാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാണെങ്കിലും നാളെ AP അബൂബക്കർ മുസ്ലിയാർ എന്തെല്ലാം കാര്യങ്ങൾ ഒരു പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഇതിൻ്റെ തുടർച്ചയായിരിക്കാം ഇനിയുള്ള ദിവസങ്ങളിലെ ഈ സുന്നി ഐക്യത്തിൻ്റെ നീക്കങ്ങളല്ല. സജിത്ത്.
യെസ്, എന്തായാലും അനുമോദ് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ നീക്കം. നമുക്ക് പ്രതീക്ഷിക്കാം ഒരു സുന്നി ഐക്യം ഉണ്ടാകുമോ എന്ന കാര്യം. അനുമോദ് തുടരുക. നമുക്ക് അതിനു മുമ്പ് നോക്കാം ഈ സുന്നികളുടെ കേരളത്തിലെ പിളർപ്പും അതിൻ്റെ ചരിത്രവും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കുക, മുസ്ലിം ലീഗിന് സമസ്തയുടെ മേലുള്ള ആധിപത്യത്തെ ചൊല്ലിത്തുടങ്ങിയ ഒരു തർക്കമാണ് തുടക്കത്തിൽ ഈ കേരളത്തിലെ സുന്നി വിഭാഗങ്ങൾ, അതായത് സമസ്ത എന്ന പണ്ഡിത സഭയ്ക്കകത്ത് ഒരു തർക്കത്തിന് ഇടവെക്കുന്നത്. 1980-കൾ തന്നെ ഈ സമസ്തയിലെ തർക്കം വിവിധ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. 1989-ൽ SYSന്റെ വാർഷിക സമ്മേളനം നടത്തിയത് എതിർപ്പുകൾ ഒന്നുകൂടി ശക്തിപ്പെടുന്നതിന് വഴിവെക്കുകയും ചെയ്തു. ശരീഅത്ത് വിവാദത്തെ തുടർന്നുള്ള മുസ്ലിം സംയുക്ത യോഗത്തിൽ EK അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തത് ഒരു പുതിയ വിവാദമാവുന്നു. ഒടുവിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് സംഘടനയിലെ പിളർപ്പാണ്. 40-അംഗ മുഷവറയിൽ നിന്നും AP അബൂബക്കർ മുസ്ലിയാർ അടക്കം 6 അംഗങ്ങളെന്ന് ഇറങ്ങിപ്പോരുകയാണ്. ഇതോടുകൂടി സംഘടനയെ പിളരുന്നു. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ EK വിഭാഗം പള്ളികൾ പിടിച്ചടക്കുന്നു. നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ അന്നു മുതലാണ് സംഘടനാ തലത്തിൽ പലപ്പോഴും സംഘടനകളിലെ പിളർപ്പ്, കൂട്ടായ്മകളിലെ പിളർപ്പ് പലപ്പോഴും ആ തരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാമ്പത്തികമായ വീതം വെപ്പ് എങ്ങനെ, ഇനി ഒരു ഐക്യം പോലും എങ്ങനെ സാധ്യമാകുന്നു എന്ന വിഷയം പിന്നീട് പരിശോധിക്കേണ്ടതുമാണ്. എന്തായാലും AP വിഭാഗത്തിനൊപ്പം അന്ന് നിന്നത് CPM-ഉം ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ളവരുമാണ് നിന്നത്. അതുകൊണ്ടുകൂടിയാണ് പിന്നീട് അരിവാൾ സുന്നികൾ എന്ന വിളിപ്പേരൊക്കെ ഈ AP വിഭാഗത്തിന് ഉണ്ടായതിനും കാരണം AP വിഭാഗം പൊതുവിൽ ഇടതുപക്ഷത്തോട് CPM-നോട് ഒരു ആഭിമുഖ്യം കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം CPM-ഉം അവർ തമ്മിൽ ഏറ്റുമുട്ടിയ അനുഭവങ്ങളുമുണ്ട്. നമുക്ക് മുന്നിൽ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതേസമയം സമസ്ത എന്ന EK വിഭാഗം, പൊതുവിൽ സമസ്ത എന്ന് വിളിക്കപ്പെടുന്ന EK വിഭാഗം വലിയ മജോറിറ്റി ഉണ്ട് അവർക്ക്. അവർ പൊതുവിൽ മുസ്ലിം ലീഗുകാരാണ്, ലീഗിൻ്റെ പ്രവർത്തകരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലീഗിനോടാണ് ആഭിമുഖ്യം എന്ന മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. എന്തായാലും ഈ ഐക്യം അതുണ്ടാക്കുന്ന രാഷ്ട്രീയം കൂടി നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ് സൂചിപ്പിച്ച് പോയതാണ് ഈ ഐക്യം സാധ്യമായാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ ഒരു പ്രതികരണം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പടിവാതിക്കലാണ്. അപ്പോൾ അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന ചോദ്യം. ഇരു വിഭാഗങ്ങളിലും രാഷ്ട്രീയ നിലപാടുള്ളവരുണ്ട്. അത് മുസ്ലിം മതത്തിൻ്റെ ഭാഗമാകുമ്പോഴും രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ നിലപാടുള്ളവരുണ്ട്. അപ്പോൾ ഈ ഒരു സംഘടനാ രൂപം, ഒരു ഐക്യരൂപം രൂപപ്പെടുമ്പോൾ അത് പൊതുവായ ഒരു രാഷ്ട്രീയ നിലപാട്, ഒരു പിന്തുണ പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ടോ? സമീപകാല രാഷ്ട്രീയത്തിൽ, വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമുക്ക് അത്തരമൊരു നീക്കം പ്രതീക്ഷിക്കണം. ഇതിൽ 2 കാര്യങ്ങളാണ് സജിത്ത് പ്രധാനപ്പെട്ടത്. ഒന്ന്, AP വിഭാഗക്കാർ അവർ കാലങ്ങളായി പിന്തുടരുന്ന ഒരു ലീഗ് വിരുദ്ധ നിലപാടുണ്ട്. അതിൽ നിന്ന് അല്പം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ലീഗ് നേതാക്കൾ ഇപ്പോൾ AP വിഭാഗക്കാരുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും അവരുമായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് മുൻപുണ്ടായിരുന്ന ഒരു തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ ഒരു വിരോധം ഇപ്പോൾ AP വിഭാഗത്തിന് മുസ്ലിം ലീഗിനോട് ഇല്ല എന്നുള്ളതാണ്. മറുവശത്ത് EK വിഭാഗത്തിൽ ഭൂരിഭാഗവും മുസ്ലിം ലീഗിന് അടുപ്പമുള്ളവരാണ്. പക്ഷേ അതിലും ലീഗിന് അടിമപ്പെട്ടത് എന്ന പണ്ട് AP വിഭാഗം മുൻനിർത്തിയ ഒരു നിലപാടുമായി പോയവരുമുണ്ട്. നമുക്കതൊക്കെ കൃത്യമായിട്ട് സമസ്തയുടെ പല പ്രസ്താവനകളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഐക്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് UDF-ന് അതൊരു മുതൽക്കൂട്ടാകുമെന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് AP വിഭാഗത്തിൻ്റെ നിലപാട് കുറച്ച് മയപ്പെട്ടതോടെ EK വിഭാഗത്തിൽ ഭൂരിപക്ഷത്തിന് പിന്തുണയോടെ ഉണ്ടാകുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു മുഴുവൻ അടയാളപ്പെടുത്തലായിട്ട് ഈ സുന്നി ഐക്യം മാറുമ്പോൾ അതിൻ്റെ ഗുണം UDF-ന് അല്ലെങ്കിൽ മുസ്ലിംകൾ ലഭിക്കുമെന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.